പൊതുവായിട്ടുള്ള യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഗോവിന്ദനെ ക്ഷണിക്കും. Good morning, everyone. Today I feel very happy and proud that we are going to conduct our science fair this nice morning. I am sure that this program will increase our creativity, observation power, and passion towards science. Now I got the opportunity to welcome all of you to this wonderful session. First of all, let me welcome our respected PTA President, Sri Prasanna Kumar Sir, who is presiding over this meeting. Then I would like to welcome Sri Indula Sir, who is going to inaugurate this meeting. Also, I would like to welcome our honorable headmaster and Sri Anisa. Let me welcome all my teachers, parents, and all my dear friends who are very excited to watch and show their projects. Once again, I welcome all of you to this one. I welcome all of you who are coming here to make this program a great success. Thank you. Headmaster KKC Celebrata, ആദരണീയരായ സ്കൂളിലെ അധ്യാപികമാർ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. എല്ലാ വർഷവും നമ്മൾ സയൻസ് എക്സിബിഷൻ ഈ സ്കൂളിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ഈ വർഷം വളരെയേറെ പ്രത്യേകതകളോടെ ആണ് നമ്മൾ ഇത് നടത്തുന്നത്. കുഞ്ഞുങ്ങളുടെ അഭിരുചി വളർത്തുക എന്നതിലുപരി ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നുള്ള ആപ്തവാക്യം മനസ്സിൽ ഉൾക്കൊണ്ട് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ട്. പഠനം മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുഞ്ഞുങ്ങളുടെ മികവ് തെളിയിക്കുമ്പോഴാണ് നമ്മൾ എന്തെല്ലാമോ ആയിത്തീരുന്നത്. ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണെന്ന് പറയുമ്പോൾ അവരെ യഥാർത്ഥ തരത്തിലുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുന്നതിൽ ഇത്തരം പ്രവൃത്തികൾ വളരെയേറെ പ്രസക്തമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് സംസാരത്തിന് പ്രസക്തിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നത് അത് കാണുവാനും കണ്ടാസ്വദിക്കാനും മനസ്സിലാക്കുവാനും വിജ്ഞാനപ്രദമായി പിരിഞ്ഞു പോകുന്നതിന് നമുക്ക് തുച്ഛമായ സമയം മാത്രമേ ഇന്ന് നമ്മുടെ മുന്നിലുള്ളൂ. ഈ ഒരു ദിവസം കൊണ്ട് ഈ 3 മണിക്ക് അകം തന്നെ ഇതെല്ലാം നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നതിൽ കാര്യമില്ല. ഇതിന് ഈ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കിയ പ്രിയപ്പെട്ട ഈ സ്കൂളിൻ്റെ അധ്യാപികമാർ, അതുപോലെ തന്നെ ഇത്രയേറെ സാധന സാമഗ്രികൾ ഒക്കെ തന്നെ നമ്മുടെ സ്കൂളിൽ എത്തിക്കുന്നതിന് തങ്ങളാൽ കഴിയുന്നതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടെത്തിച്ച പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇതിനോട് താല്പര്യപൂർവ്വം ഓരോ ഐറ്റവും ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന്, ഇവിടെ പ്രദർശിപ്പിക്കുന്നതിന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ മഹാമനസ്കത ഇവയൊക്കെ തന്നെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായ ഒരു ഉദ്ഘാടനം മാത്രമാണുള്ളത്. ആ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് എത്തിയിട്ടുള്ള ഇന്ദിരാ സാറിനെ വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഈ സ്കൂളിൻ്റെ പേരിൽ ക്ഷണിക്കുകയാണ്.
എനിക്ക് ഏറ്റവും പ്രിയങ്കരനും ആദരണീയനുമായ നമ്മുടെ ശ്രീ ചന്ദ്രപിള്ള സാറ്, നമ്മുടെ PTA പ്രസിഡന്റ് സാറ്, കബീർ ബോയ്സ്ഡേ അനീസ് സാറ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു കയ്യടി നൽകുകയാണ്. നിങ്ങൾ കൈയടിച്ച് വെരി ഗുഡ്. ഇതിനുള്ളിൽ ശാസ്ത്രജ്ഞരാകാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ കാഴ്ചവെക്കണം. നിങ്ങളിൽ ശാസ്ത്രജ്ഞരാകാൻ നിങ്ങൾക്ക് ഈ അവസരം ഒതുക്കട്ടെ. നിങ്ങൾ നല്ല ശാസ്ത്രജ്ഞരായി മാറാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സയൻസ് എക്സിബിഷൻ നമ്മൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഏറ്റവും നല്ല അടുത്തതായി നമുക്ക് ആശംസ നേരുന്നതിനുള്ള മഹനീയ വ്യക്തിത്വം വോയിസിന്റെ എച്ച്എം അനീസ് സാറിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷനും PTA പ്രസിഡന്റുമായ പ്രസന്നകുമാർ സാർ, നമ്മളുടെ ഈ ശാസ്ത്രമേള ഇന്നിവിടെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട ഇന്ദുലൻ സാർ, ശിവശങ്കരപിള്ള സാർ, വേദിയിലും സദസ്സിലുള്ള രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ സ്കൂളുകളിൽ വാർഷിക ഉത്സവമായിട്ടാണ് ശാസ്ത്രമേളകളെന്നും അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4 ഘട്ടങ്ങളിലൂടെയാണ് ഈ ശാസ്ത്രമേള പ്രസന്റ് ചെയ്യുന്നത്. അത് സ്കൂൾ തലത്തിൽ തുടങ്ങി സംസ്ഥാന തലത്തിൽ അവസാനിക്കുന്ന തലത്തിലാണ് ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കാറുള്ളത്. ശാസ്ത്രമേളയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ശാസ്ത്രരംഗത്ത് പുതിയൊരു തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. വിദ്യാഭ്യാസം എന്നതിലുപരി വിദ്യാഭ്യാസത്തിൽ ഊന്നൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ ശാസ്ത്രരംഗത്ത് വിദ്യാർത്ഥികളായ നിങ്ങൾക്കുള്ള അഭിരുചിയും മനോഭാവവും വളർത്തിയെടുക്കുക എന്നതും കൂടി ഇതിൻ്റെ ലക്ഷ്യമാണ്. ഇത്തരം മേളകൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നതിന് രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ഉൾപ്പെടെയുള്ള നേതൃത്വം ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ കാണുന്ന ശാസ്ത്രമേളയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. It's your dedication and passion have made this great event a great success. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ത്യൻ ശാസ്ത്രരംഗത്ത് നമ്മുടെ കുട്ടികളുടെ പേര് കൂടി ചേർക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അതുപോലെ ഇന്ന് ഈ മേളയിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടി ശാസ്ത്രജ്ഞന്മാർക്കും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ലക്ഷ്മിയിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. Good morning, all of you. Today is a very proud and happiest day for us. Here, we are going to conduct science exhibition. We all know that we are eagerly waiting for this precious moment. Here, we are going to exhibit the working and still models made by the students from LKG to 4th standard with the help of their esteemed parents. I think it is a wonderful opportunity to understand our abilities and how to execute it in practice. So, I would like to wish the all proud of success our exhibition. Thank you. പ്രിയപ്പെട്ട നമ്മുടെ PTA പ്രസിഡന്റ് പ്രസന്നകുമാർ,
ഏറെ പ്രിയങ്കരനായ ജിലാൽ സാറ്, അനീഷ് സാറ്, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങള്, എൻ്റെ സഹപ്രവർത്തകരെ, വന്നിട്ടുള്ള രക്ഷിതാക്കൾ, ഇവിടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത് ചാൾസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ്. ഒരു സാധാരണ കൊച്ചു കച്ചവടക്കാരൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, സാറിന്റെ കുട്ടികളെല്ലാം നല്ല പിടിച്ച കുട്ടികളാണ്, പക്ഷെ നമുക്കൊരു ശാസ്ത്ര പ്രദർശനം നടത്തിയാലെന്താ? ഒരു വിമാനത്തിലുള്ള മുമ്പാ, കോവിഡിനൊക്കെ മുമ്പ് ഒന്ന് പരീക്ഷ നോക്കും, അതിനുശേഷം നമ്മൾ നടത്തി വരിക. അപ്പൊ അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കുട്ടികൾ അവരുടെ വ്യക്തിത്വ വികാസത്തിൽ ഉതകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നു. അതെടുത്തു പറയേണ്ട കാര്യമല്ല, ടീച്ചർമാരുടെ ഉത്തരവാദിത്വത്തോടു കൂടി അവർ ചെയ്യുന്നു. പക്ഷെ ഈ ശാസ്ത്ര പ്രദർശനത്തിലൂടെ ശാസ്ത്ര പ്രദർശനം മാത്രമല്ല, കണക്ക് ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള എക്സിബിഷനുണ്ട്, സാമൂഹ്യ ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള എക്സിബിഷനുമുണ്ട് ഇവിടെ. അതുപോലെ ഭാഷാപരമായ കഴിവ് വളർത്തുന്നതിനുള്ള കാര്യങ്ങളും ഇവിടെ അധ്യാപികമാർ ഒരുക്കിയിട്ടുണ്ട്. ഇനി കുട്ടികളെല്ലാം ഒന്ന് മാറി കഴിയുമ്പോഴാണ് അതെല്ലാം ഒന്ന് റെഡിയാവുന്നത്. അപ്പോ ഇതൊക്കെ എന്തിനെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഒരു വാചകത്തിൽ ഞാൻ പറയാം. പണ്ടത്തെ കുഞ്ഞുങ്ങളല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആർജിച്ചിട്ടാണ് 3 വയസ്സായിട്ട് സ്കൂളിലേക്ക് വരുന്നത്. 3 വയസ്സ് തൊട്ട് 9 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിലൂടെ പഠിക്കുമ്പോൾ അവരെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ, അവരുമായിട്ട് നമ്മളൊന്ന് സംവദിച്ചാൽ, നമ്മൾ പുറകോട്ട് പോകുന്ന രീതിയിലുള്ള അറിവുകൾ അവരുടെ കൈവശമുണ്ട്. ആ അറിവുകൾക്ക് ചെറിയ ഒരു താങ്ങ് കൊടുത്താൽ മതി, അവർ വളർന്നു വന്നോളൂ. ഇപ്പൊ ഇനി ഞാൻ ഒരുക്കിയത് പ്രധാന കാരണം ഇവിടെ ഒരു ദിവസം ഈ അസംബ്ലിയിൽ ഒരു കുട്ടി ഒരു പാട്ട് പാടി, എല്ലാത്തിനും എനിക്ക് കഴിവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തക്ക രീതിയിൽ അവരിലുള്ള ആത്മവിശ്വാസം വളർത്തുവാനും മറ്റുള്ള മുമ്പിൽ ഞാൻ മോശക്കാരനല്ല, ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം. അതിനുവേണ്ടിയാണ് അധ്യാപകന്മാരെ ഞാൻ പ്രേരിപ്പിച്ച് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരുക്കിയത്. അപ്പൊ അതില് എനിക്ക് ഏറെ നന്ദി പ്രകാശിപ്പിക്കാനുള്ളത് എന്റെ സ്കൂളിലെ രക്ഷിതാക്കളോട്. 2-3 ദിവസമായിട്ട് അവർ കാറിലും ഓട്ടോയിലും ഒക്കെ അവരുടെ കുഞ്ഞുങ്ങൾ ഒരുക്കിയ സാധനങ്ങളുമായിട്ട് ഇവിടെ നിന്ന് വരുന്നത് കാണുമ്പോൾ പലതും എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട്, ഇത് എത്ര ദിവസത്തെ പണി. കുഞ്ഞുങ്ങൾക്കെല്ലാം അത് വിശദീകരിക്കാൻ അറിയാം. ആ ഒരു രീതി ഇത്രയും ഒരുക്കി ഇനി ഇത് വിജയിക്കുന്നത് വരെ എന്റെ കുട്ടികൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഈ നിൽക്കുന്ന കുട്ടികളെല്ലാം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഉച്ചവരെ അവർ കാണണം. അതിനുശേഷം വരുന്ന രക്ഷിതാക്കളും മറ്റു കുട്ടികളുണ്ടെങ്കിൽ അവർക്കും അത് പറഞ്ഞു കൊടുക്കണം. 3 മണിക്ക് ബസ് റെഡിയാകുമ്പോൾ പോവുകയും വേണം. അപ്പൊ എന്ത് ഹരിയായിട്ടാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് പെരുമാറേണ്ടത്. അപ്പൊ അതിനെ അവരുടെ അധ്യാപികമാർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ബുദ്ധിമുട്ട് വരുത്താതെ പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഞാൻ 2 സ്കൂളിന്റെ നായകത്വം വഹിക്കുന്നവരെ ഇതിലേക്ക് ക്ഷണിച്ചത് അവരിത്തരം കാര്യങ്ങളിൽ ഏറെ മുമ്പിലാണ്. ശാസ്ത്ര പ്രദർശനമായിരുന്നാലും സാമൂഹ്യ ശാസ്ത്ര പ്രദർശനമായിരുന്നാലും ഗണിതശാസ്ത്ര പ്രദർശനമായിരുന്നാലും അതെല്ലാം നേരത്തെ കൊടുക്കുന്നവരാവുമ്പോൾ അവരിത് കണ്ടു എന്ന് എന്റെ കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാണ്. ആരൊക്കെയാണിത് കാണാൻ വന്നത് അവർ വീട്ടിൽ ചെന്ന് പറയും, വലിയ ഗേൾസ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ, ബോയ്സ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ, ഇവരൊക്കെയാണ് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചത് എന്ന് പറയുമ്പോൾ അതും അവരുടെ മനസ്സിന്റെ വളർച്ചയ്ക്ക് വ്യക്തിത്വ വികാസത്തിന് ഉതകുന്നതാണ്. എല്ലാവരും ഞാൻ പിന്നെ ഒരു മാമനെ വിളിച്ചിട്ടുണ്ട്, എന്താണെന്നറിയാമോ? ആ മാമന്റെ ഒരു ജോലി അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കുന്നതാണ്. ഞാൻ പള്ളിക്കൂടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ എല്ലാം എന്റെ കൂടെ ഉള്ളതാണ്. ഇതറിഞ്ഞപ്പോൾ എന്റെ രാവിലെ വന്നതാണ്. അപ്പോ ഇവരെല്ലാം ഞാൻ പ്രത്യേകിച്ച് ടീച്ചർമാരെ കുറിച്ച് പറയുമ്പോൾ
ശക്തിയായിട്ട് ഞാൻ വഴക്ക് പറയും. ആ വഴക്ക് പറഞ്ഞതിന്റെ ഫലമായിട്ട് എല്ലാ ഇത്രയും വന്നത്. അതെന്റെ ഒരു ശീലമാണ്. പിന്നെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. എൻ്റെ വാക്ക് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പ്രസന്നകുമാർ പറഞ്ഞതുകൊണ്ട് രണ്ട് വാക്ക് ഞാൻ പറഞ്ഞതാണ്. അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ ചെയ്തു. Good morning, everyone. We all know that exhibition is an important aspect of a school activity and students' experience. So, here I got the opportunity to express vote of thanks. First of all, I would like to express my valuable thanks to Sri Indulal sir, the Honorable Headmaster of Vivekananda Girls High School, for inaugurated this function and inspired us with his valuable work. Thank you, sir. And next, I would like to express my gratitude to Sri Anil sir, the Honorable Headmaster of Boys High School, and our PTA President Sri Prasanna Kumar sir, for his valuable work and their presence in this function. Then next I would like to express my sincere thanks to our headmaster Sri Shivashankara Pillai sir, who guide us for conducting such an exhibition and support us a great to present such a wonderful exhibition here. Thank you, sir. And next, I would like to express my sincere thanks to the parents and the children, those who brought valuable projects here for this exhibition. And finally, I would like to express my sincere thanks to the teachers and the non-teaching staff who are worked behind this exhibition